ഹിലി ഫൺ സിറ്റിയിലെ രണ്ടാമത്തെ പാർട്ടാണിത്. ഞാൻ പറഞ്ഞതുപോലെ അതിമനോഹരമായൊരു സ്ഥലമാണ്. നമുക്ക് വളരെയധികം റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു മനോഹരമായ സ്ഥലമാണ്. വെള്ളവും പൂളും ഒക്കെയുള്ള ഒരുപാട് കുട്ടികൾക്കുള്ള റൈഡുകളും ഉണ്ട്. നമുക്ക് റൈഡുകളിൽ കയറിയില്ലെങ്കിൽ തന്നെയും ഇതേപോലുള്ള ആ സ്ഥലങ്ങളിലൊക്കെ നടന്നൊക്കെ കാണാൻ തന്നെയും മനോഹരമായ ഒരു അനുഭവമാണ്. കുട്ടികൾക്കുള്ള ഒരുപാട് റൈഡുകളുണ്ട്. ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്ക് വരെ കളിക്കാൻ പറ്റിയ റൈഡുകളും ഇവിടെയുണ്ട്. ഈ വെക്കേഷന് കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസാണ്. അപ്പം തീർച്ചയായിട്ടും യു എയിലുള്ള ആരും മിസ് ചെയ്യരുത് ഈ പ്ലേസ്. ഹിലി ഫൺ സിറ്റി അലൈൻ. എൻ്റെ മോൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട റൈഡായിരുന്നു ഇത്. ആ കുതിരയുടെയും ഈ സൈക്കിളിൻ്റെയും. ഇനിയൊരു ട്രെയിൻ യാത്രയായിരുന്നു. അത് ഡൊമസ്റ്റിക് അനിമൽസിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റൈഡിങ് ആയിരുന്നു. അതും സൂപ്പറായിരുന്നു. അവൾ 2-3 തവണ അതിലും കയറി. ഈ പാർക്കിൻ്റെ റേറ്റ് വരുന്നത് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ 30 ദറംസും അല്ലാത്ത എല്ലാ ദിവസങ്ങളിലും 60 ദറംസുമാണ്. അപ്പം കുട്ടികൾക്കും അതേപോലെ തന്നെ മുതിർന്നവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഈ പാർക്കിൽ ആരും ഈ വെക്കേഷൻ മിസ് ചെയ്യരുത്. എല്ലാവരും ഈ വെക്കേഷൻ അടിച്ചു പൊളിക്കാനായിട്ട് ഹിലി ഫൺ സിറ്റിയിലേക്ക് പോന്നോളൂ. ഈ റൈഡും ഒരേപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും കയറാൻ പറ്റുന്നതായിരുന്നു. നമുക്ക് ഭയം തോന്നുമെങ്കിലും പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൈഡായിരുന്നു. കുട്ടികൾക്കും ഒരേപോട്ട് കയറാൻ പറ്റുമായിരുന്നു. എന്നാൽ ഏറ്റവും അഡ്വഞ്ചറായിട്ടുള്ളൊരു റൈഡായിരുന്നു ഇത്. തലകീഴായിട്ട് നിൽക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പീഡും ഉണ്ടായിരുന്നു. ഇത് തണ്ടർ ബോട്ടായിരുന്നു ഏറ്റവും പ്രയാസമേറിയത്. ഒരേപോലെ നമ്മുടെ ശരീരം ഒലയും അത്യാവശ്യം നല്ല സ്പീഡുമായിരുന്നു. ഇനി ഈ 5Dയുടെ ഒരു ദൃശ്യാവിഷ്കാരമായിരുന്നു അവസാനത്തേത്. 5Dയുടെ ഗ്ലാസ്സൊക്കെ വെച്ച് ഒരു അടിപൊളി മൂവിയായിരുന്നു. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഹിലി ഫൺ സിറ്റി ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.